വീട്ടിലൊക്കെ പറയണ്ട, അവരെല്ലാം അന്വേഷിച്ച് നടക്കും ഇനിയിപ്പോ. കൊച്ചു വന്നില്ല, അത് ഒരുപാട് പാത്രമായി വന്നത്. കൂടപ്പുറപ്പും ഒക്കെ ആകുമ്പോൾ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യണം. ചെവിക്കകത്ത് അടച്ചു വെച്ചിരിക്കുക, ചെവിയെല്ലാം പൊട്ടി പോകും. മടി വേണോ കൊണ്ടുവരാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം കളി തന്നെ, അത് കുഴപ്പമൊന്നുമില്ല. അത് പോതയില്ല, പുല്ല. അവിടെ ഇച്ചിരി അറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ, ഇച്ചിരി അറ്റത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലല്ലോ. എവിടുത്തെ അമ്മക്ക് അകത്ത് കിടപ്പുണ്ട്, അതോട്ട് കയറിപ്പോക്കോ. അകത്തോ? ആ, ഇവിടെ രണ്ട് സ്ഥലത്ത് വീങ്ങി കിടക്കണം. അതാ പണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായതാ. ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ പണ്ട്? കൊണ്ടുപോയതാ. ആക്സിഡൻറ്റ് ഉണ്ടായില്ല, ആക്സിഡൻറ്റ്. അപകടം ഉണ്ടായില്ലായിരുന്നു, അപകടം. മറ്റോ പണ്ട് അപകടം ഉണ്ടായില്ലേ, അപകടം. കാലൊക്കെ ഒടിഞ്ഞ് ഓർക്കുന്നില്ലേ? നിന്നെ ആശുപത്രി കൊണ്ടുപോയതാ. ആ, എന്നാലെങ്ങനെ പറ്റിയേ? ആ, അത് വണ്ടി ഇടിച്ചപ്പം. മുട്ടിയോ അല്ലോ? വണ്ടി ഇടിച്ചില്ലേ? വണ്ടി ഇടിച്ചാണോ? ആ. ഓ, അയ്യോ. അമ്മയിലെ എന്നെ നോക്കി അവനെ മാറ്റി കെട്ടു. അവിടെ നിന്നോട്ടെ, തീറ്റയെല്ലാം കഴിഞ്ഞു. ഇത് അങ്ങനെയൊക്കെ കഴിച്ചാൽ അതെല്ലാം കടിച്ച് പറിച്ച് കളയുള്ളൂ, തിന്നിയല. അത് തിന്നുന്നുണ്ട്, കണ്ടൊന്നും തിന്നിയല. തിന്നുന്നുണ്ടെന്നേ. ഇച്ചിരിയുടെ കഴിയണം, മുഴുപ്പാകും. അവള് തണ്ടൊക്കെ തിന്നും. അവള് വയറ് നിറച്ച് നിൽക്കുക. കേട്ടിരിക്കുന്നിടത്തൊന്നും തിന്നാനില്ല. അവള് വയറ് നിറച്ച് നിൽക്കുക. പോതയെല്ലാം ഒത്തിരി പൊങ്ങിപ്പോയി. പോതയൊന്നും വലുതായില്ല. പൊങ്ങി. നമുക്ക് പോതയൊന്നും താല്പര്യമില്ലെന്നേ. ഉണ്ടാക്കിയിട്ടാ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു സാധനം കാര്യമല്ല. പ്രാവ് തിരിഞ്ഞ് നോക്കും, വർത്താനം കേട്ടോണ്ട്. അമ്മയുടെ വർത്താനം കേട്ടോ നോക്കാം. അമ്മയുടെ സ്വരം കേട്ടോണ്ടാ, എലിക്കുട്ടിയുടെ സ്വരം കേട്ടോണ്ടല്ലോ. വെള്ളം കുടിക്കാനാണെന്ന് അറിയത്തില്ല, നോക്കി നിൽക്കുക. വയറൊക്കെ നിറഞ്ഞു, വയറൊക്കെ ചാക്ക് കുട്ടിച്ചാക്ക് പോലെയാക്കി. കെട്ടാനില്ലേ? കന്നാലിയില്ല, അവള് മാത്രമേ ഉള്ളൂ. കിടാവ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളന്നേ. കിടാവോ? ആ, കേക്കെന്തേ? അതിനൊക്കെ കൊടുത്തില്ലേ? ആ, പശുവിനെയൊക്കെ വിറ്റു നമ്മള്. ഒന്നുമില്ലേ? ആ, ഇപ്പോൾ ഒന്നുമില്ല. അപ്പം ഇനി കറക്കാനൊന്നും ഇല്ല. കറക്കാനൊന്നും ഇല്ലെന്നേ, അതല്ലേ കുഴപ്പം. എലിക്കുട്ടിയമ്മയ്ക്ക് ഇച്ചിരി പാലും മോരൊക്കെ ആയിരുന്നു വേണ്ടത്. മുഴുവൻ തുണി കിടപ്പുണ്ട്. ആ, തുണി അലക്കിയിട്ടേക്കണ. എല്ലാം വെള്ളം കൊതുക് എല്ലാം മുട്ടയിട്ട് എല്ലാം നാശം പിടിപ്പിക്കും. ആണോ? ഇത് കണ്ടില്ല. അത് കഴുകുന്ന വെള്ളം കമത്തി കളിച്ചിട്ട് കഴിയുമ്പോൾ, മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം പറിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്തിനെങ്ങനെ പിടിച്ച് വെക്കണം? അതേ, ഇപ്പോൾ തൊഴിലൊക്കെ ഇട്ട് വരുമ്പോൾ കാലും കൈ കഴുകാൻ അലയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പട്ടിക്കൂട്ടിലൊക്കെ. ഉണ്ടല്ലോ പിന്നെ. ആ, വെള്ളമുണ്ട്, എന്നാലും വെറുതെ എന്തിനാ വെള്ളം വേസ്റ്റ് ആക്കുന്നേ? വലിയ വെള്ളം ഉണ്ടല്ലോ. അമ്മയല്ലേ പറഞ്ഞ വെള്ളം വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞേ. കന്നുകാലി എന്തിനും കൊണ്ടൊന്നുമില്ലേ? കന്നാലി ആ കിടാവേ ഉള്ളൂ. ആ കിടാവ് മാത്രമേ ഉള്ളന്നേ. ചായ കിടാവ് അവിടെ മേന്ന് വെച്ചിട്ടില്ലേ? ഓ, അതല്ലാതെ ഉള്ളോ? ആ, അതേ ഉള്ളൂ. മറ്റു മുഴുത്തങ്ങളൊന്നും ഇല്ലേ? മുഴുത്തങ്ങളൊന്നുമില്ല, മുഴുത്തങ്ങളെല്ലാം കൊടുത്തു. കൊടുത്തോ? പിന്നെ ഇത്രയെല്ലാം വിറ്റ് കാശ് മേടിച്ചു. നോക്കട്ടോ, അവിടെ തന്നെ എവിടെ എടുക്കാൻ ആ വിറ്റത്ത്. ആ മുറ്റത്തൊന്നും എടുക്കാനൊന്നുമില്ല. എവിടെയെല്ലാം കപ്പച്ചവള. ആ, അത് കപ്പ നട്ടിരിക്കുന്നല്ലേ. കപ്പയൊക്കെ പകുതി കപ്പ നട്ടല്ലേ ഉള്ളൂ, മൂക്കാറായില്ലേ? ഇട്ട കപ്പയാണല്ലോ. ആ, അത് മൂക്കാറായി വരുന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ കപ്പ വറുത്ത് ഉണങ്ങിക്കഴിയുമ്പം അത് ഉണങ്ങിപ്പോഴാണ് അത് അന്നൊന്നും പറ്റില്ല. ഉണങ്ങി കിടക്കണം, പെരുപ്പത്ര കിടക്കണം, ഇരിക്കണം. കന്നുകാലിക്കൊക്കെ എവിടെ കൊടുത്തു? കന്നാലിനെ വിറ്റു. പിന്നെ കന്നുകാലി കൂടെ ഇരുന്ന് എന്നാ ചെയ്യാനാ? കന്നാലി വേണ്ടേ? എന്നാത്തിന്? കൃഷി ചെയ്യണ്ടേ? ആരാ കൃഷി ചെയ്യുന്നത്? ആരാണ്? ചെയ്തോ? ഞാനോ? എനിക്ക് നേരം ചെയ്യും. അവളും നന്നായിട്ട് ചെയ്യുമ്പോൾ അതുപോലെ വിവാനും പിള്ളേരൊക്കെ ചെയ്യും. കൃഷി ചെയ്യുമോ? പെൺപിള്ളേരും ആൺപിള്ളേരെല്ലാം ചെയ്യും. ആണോ? എനിക്കറിയത്തില്ല, ഞാനൊന്നിനെ കണ്ടിട്ടില്ല. പിന്നെ പണിയെടുത്താൽ ജീവിക്കാൻ പറ്റും. ഇവരൊക്കെ പണിയെടുത്തും എല്ലാം കാര്യം ചെയ്ത് പഠിക്കണം ചെറുപ്പം മുതൽ. അതൊക്കെ ശരിയാ. അല്ലാതെ പരിക്കാത്ത കുത്തിയിരുന്നോണ്ട് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് വേണ്ടാത്ത കാണിച്ചേച്ചും ഇരട്ടി കാശും ചിലവാക്കിയേച്ചും പിന്നെ കിടന്നോണ്ട് അലമ്പും വഴക്കും പൈസയുടെ കാര്യത്തെ വരുമ്പോൾ കൊടുക്കാനുണ്ട്, ചെയ്യാനുണ്ട്. അതൊക്കെ മനുഷ്യർ നോക്കി ചെയ്യണം. ഇപ്പോഴുള്ള പിള്ളേരൊന്നും ചെയ്യലമ്മേ. കാരണവന്മാരും ഇപ്പോഴുള്ള പിള്ളേരേ ഇപ്പോഴുള്ള പിള്ളേരൊന്നും ചെയ്യലെന്നേ. പിള്ളേർ
ഒരു പണിയും ചെയ്യല്ലേ നീ? ചെയ്യാനോ? ചെയ്യാൻ കഴിയില്ല. എല്ലാവരും മൊബൈലേ കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. എല്ലാവരും മൊബൈലേ കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അമ്മ വന്നോ? പിന്നെ അമ്മ വന്നു. വന്നോ? പിന്നെ മേകത്തുണ്ട്. എപ്പോഴാണ് വന്നേ? അമ്മ രാവിലെ വന്നാ. ഞാനിവിടെ ഇല്ലാഞ്ഞപ്പം ഉണ്ടാകുന്നപ്പോൾ ഇല്ലാഞ്ഞല്ലോ. അമ്മ കാണാഞ്ഞിട്ടാ. അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു. അമ്മ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? എന്നാലും അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു നീ. ആണോ? ആ ഓർക്കത്തില്ലായിരിക്കും. ഞാൻ അപ്പുറം പോവാം. കുറ്റിയിട്ട് വെച്ചേക്കോണോ? കുറ്റിയിട്ട് വെച്ചേക്കോണോ? കുറ്റിയിട്ട് വെച്ചേക്കോണോന്നത്? എല്ലാത്തിനും കഥകെ കുറ്റിയിട്ടേക്ക് വേണമെന്ന്. കുറ്റിയോ? കുറ്റി കുറ്റിയോ? ആ എന്നാ കുറ്റി? കഥകിനെ കഥക് കുറ്റിയിട്ടേക്ക് വേണമെന്ന് ചോദിച്ചത്. കഥകേ വീട്ടിലൊക്കെ പണി അവിടെയോ? പെണ്ണുങ്ങളാണ്. അവിടെയോ? എവിടെ? പെണ്ണുങ്ങളുണ്ട്. അത് തിന്നയിലിറങ്ങി ഓരോ കൂട്ടം എടുത്തോണ്ട് പോകും. അത് എടുത്തോണ്ട് അകത്തോട്ട് പോകണോ? അവിടെ ആരെയും കാണാനില്ലല്ലോ. അവിടെ ആരും കാണുന്നില്ലല്ലോ. അവിടെ ആരും കാണുന്നില്ലല്ലോ. ആരാ അത്? ആരണ്ട് നോക്കുന്നുണ്ട്? ആരണ്ട് നോക്കുന്നുണ്ട്? ആരാ നോക്കണേ? ആരാണോ? അതൊരു പെണ്ണാ. ആ പെണ്ണാ? അത് ഏത് പെണ്ണാ? അതോ ആണാണോ? ആണാണോ? നീ ഇറങ്ങി വരാൻ പറ. ഇറങ്ങി വരാൻ പറ. കേട്ടോ? ആ പുറത്തേക്ക്. ഞങ്ങളൊന്നും പറയാൻ പോയില്ല. അതിനെ അതാകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിനൊന്നും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല. വാർക്ക നിൽക്കുക. നമ്മുടെ മകളെ വിളിച്ചു നോക്കി. അല്ലേ ആരെങ്കിലും ചെന്ന് പരിചയമുള്ളവർ വിളിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് പരിചയമില്ലേ? അമ്മയ്ക്ക് പരിചയമില്ലേ? എനിക്ക് പരിചയമൊന്നും. അയൽവക്കത്തല്ലേ? ഒന്ന് വിളിച്ചു ചോദിക്കാലോ. വിളിച്ചു നോക്കിയേ. ആരാന്ന് ഉണ്ടോ? ആരാത്? ഇങ്ങോട്ട് വരാ. ആരാത്? ആ ആരാത്? അറിയാവോ? ആ വരണം. അടച്ചിട്ട് വാ മോളെ. അല്ല കടയെല്ലാം വന്ന് കയറിയല്ലേ. വാതിൽ അടച്ചിട്ട് വരാൻ. അല്ല എല്ലാം വന്ന് കയറുമെന്ന്. പോകുന്നുണ്ടോ? ഒറ്റ ഇവിടെ പോയോ? വല്ലയിടത്തും പോയാണോ? ഇവിടത്തും പോയതാണോ? ആ വീട്ടിൽ കഴിഞ്ഞ് വന്നാൽ മതിയാണോ? ഇങ്ങോട്ട് പോകണോ? ഇതിനെ കൊണ്ട് മടുപ്പാണല്ലോ. അതെ എന്നാടാ കിടന്ന് ഉള്ളുന്നേ? പിള്ളാടാ ശരി. എവിടെന്ന്? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതല്ലേ? എവിടെ വീടാ? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നതല്ലേ? പട്ടി ഇത് കഴിഞ്ഞു പോയല്ലോ. വെള്ളം ഒഴിക്കാൻ മേല. വെള്ളമില്ലാഞ്ഞിട്ടാ. തക്കാളിയല്ലേ? അറക്കിയില്ലാത്ത ശരിയാണല്ലോ. തക്കാളിയെല്ലാം കരിഞ്ഞു പോകണം. അത് കറി വെച്ചാൽ നല്ലതാ. എന്നാ അത്? വണ്ടിയൊക്കെ വെച്ചാൽ അതാ അത് വെച്ചിട്ട് പോയോ? അവർ പോയോ? അവരെവിടെ പോയി? അവർ വീട്ടിൽ പോയി. ഭയങ്കര പെട്രോൾ മണമുണ്ടല്ലോ. ഡ്യൂട്ടിക്കോ? എവിടെയാ? ഏത് വീടത്? കേറാൻ മേല മകളെ. ഇപ്പം വേല. പുറത്തോട്ടൊക്കെ അധികം തണുപ്പില്ലല്ലോ. അല്ല അത്യാവശ്യ കാര്യത്തിൽ ഇതുപോലെ കാർത്തന്മാരെവിടെയെങ്കിലും പോകുമോ അല്ലെ അവർക്ക് എന്തെങ്കിലും മേടിക്കാനോ വേണ്ടിയിട്ടുള്ള പോക്കോ ഉള്ളൂ. അല്ലാതെ പുറത്തേക്ക് വലിയ പള്ളിപ്പോക്ക് മാത്രം. പള്ളിയിൽ പോകും. പള്ളിയിൽ പോകാതെ പറ്റിയേ. പള്ളി കഴിഞ്ഞ ദിവസം പോയായിരുന്നു. പിടിക്കണ്ട നനയിരുന്നുള്ളൂ. വീടില്ല. ഇവിടെ വന്നിട്ട്
ഇതേവരെ ഇവരെ ഒന്ന് വിശ്രമിച്ചിട്ടില്ല. അതിനാ ശ്വാസം മുട്ടലാക്കി. ആണോ? നേരത്തെ പോലും ശ്വാസം മുട്ടലുള്ള. ആഹാ. ആ ഈ മാവേ മാങ്ങ കായ്ച്ചില്ലേ? ഇല്ലമ്മേ, ഇല്ലേ? ഒന്ന് കഴിച്ച്. ഇപ്പൊ സീസൺ അല്ലല്ലോ. ഇതിന് വളമില്ലാതിട്ടായിരിക്കും വളമിട്ട് കൊടുത്തു. ചാണാനും ചാരവും തൂട്ടുവളവും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് വളരുകയും ചെയ്യും. മാങ്ങായി കായ്ക്കും. നല്ല മുഴുത്ത മാങ്ങ ഇഷ്ടം പോലെ. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ. ഒന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ ഒന്നിനും കൊള്ളുകയില്ല. ഒന്നോ രണ്ടോ കിട്ടും. അത് ഭയങ്കര വിലയാണ്. ചെത്തിപ്പറിച്ചെത്താൻ ഒന്നുമില്ല. അങ്ങനെയാണ്. പിള്ളേരൊക്കെ എന്ത്? എവിടെ പോയി? അവിടെ ഉണ്ടോ? എന്നാ കിട്ടോ? ഈ വീടോട്ടോണ്ടേ വിട്ടേരന്നെ. അതെടുത്ത് പോയി. അത് റിമോട്ടല്ലേ, ടിവിയുടെ. ടി വി കാണുന്ന സാധനം അത്. പോവുക അങ്ങനെ പോവുക. അങ്ങോട്ട് പോവുക. ഇവിടെ ഇരിക്കേ. നാളെ വീട്ടിലേക്ക് പോകും. നാളെ നടത്താൻ ഏത് വീട്ടില്? ഏത് വീട്ടിലാ? അതല്ലേ വീട്. അതല്ലേ വീട് തറവാട്. ആ ഇവനാരാ? ഇവനാരാ? അതേനായിരിക്കും. ഇവനാരാ? ഇവനാരാ? ധാരാന്ന്. ആ അവൻ്റെ വീട്ടുപേരും ഒന്നും വീടും അവൻ്റെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവരെയൊക്കെ എന്നാ കാണാൻ തുടങ്ങി. അത് കൊള്ളാം. വീട്ടുപേരെന്നാ അവനെ? കുതിരക്കട്ടയില്. കുതിരക്കട്ടയല്ലേ? ആ അതാണെങ്കിൽ ഒരു വിഷമല്ല. അത് നേരത്തെ ഒരു പേരുള്ളതാണ്. അന്ന് വിഷമമില്ല. ഇപ്പൊ ഇടകൊണ്ടില്ലാതെ വന്നപ്പോഴാണ്. കൊച്ചുങ്ങൾ അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കും. എവിടെയാ? എവിടെയാ? ഞാനോ? ഞാനിങ്ങനെ അമ്മയായോ? അമ്മയുടെ മോനായിട്ട്. അവിടെ ആരാ? ലീലാമ്മയാ. സാബു അല്ലേ ഇത്? ഇത് നമ്മുടെ മകൻ സാബുവാ. ഇത് സാബുവാ. ആ അവനെ എനിക്കറിയാം. ആ പിന്നെ അമ്മ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞേ ഇപ്പൊ പറഞ്ഞത്. നിന്റെ പേര് അറിയാൻ മേല. എന്റെ പേര് അറിയാൻ മേല. ഇപ്പൊ നിന്റെ പേര് എന്റെ പേരാണ് ഇപ്പൊ അറിയാൻ മേലാത്തേ. എന്നാ 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 പേരാ? ഓർത്ത് നോക്കി. അമ്മയുടെ മക്കളുടെ പേര് ഓർത്തേ. അമ്മയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാവരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഏലിക്കുട്ടിയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. സമയം പ്രായം കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും അറിയത്തില്ല. അത് ആർക്കും അറിയത്തില്ല മക്കളുടെ കാര്യമൊക്കെ. ഏലിക്കുട്ടിയുടെ മക്കളുടെ പേരൊക്കെ പറ. ഏലിക്കുട്ടിയുടെ മക്കളുടെ പേരൊക്കെ പറ. മക്കളുടെ പേരൊക്കെ അറിയാം. ആ എന്ന് പറഞ്ഞേ. അത് എല്ലാം പണ്ടോടെ എഴുതിയില്ലെങ്കിൽ അറിയത്തില്ല. ഒരാഴ്ച ഒരു മാസമൊക്കെ വിളിക്കാതെ പറയാതിരുന്നാ ആ അതൊക്കെ ശരിയാ. അതൊക്കെ ശരിയാ. നമ്മൾ എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ. പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്നതാ? ഏലിക്കുട്ടിയുടെ മക്കളുടെ പേര്. എല്ലാവരും പേരിന് പറയാൻ പറ്റിയേ. അതിനാ പറയാൻ പറ്റിയത്? എത്ര വയസ്സായി? ആ അതിൻ്റെ വയസ്സായതിന് പേര് പറയുന്നതിനെ ഓർത്തിരിക്കണം. എത്ര വർഷമായി? പേര് ഓർത്തിരിക്കുന്നതിന് വയസ്സ് തന്നെ കുഴപ്പമിരിക്കുന്നത്. മക്കളുടെ പേര് പറയുന്നതിന് ഇപ്പോൾ വയസ്സുമായിട്ട് തന്നെ ബന്ധം ഇരിക്കുന്നത്. പേരൊക്കെ ആരൊക്കെയാ പറഞ്ഞേ കേക്കട്ടെ. പോയില്ലേ? പോയിച്ച് വന്നാ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. കൊച്ചുങ്ങളല്ലേ? രണ്ടും ഉണ്ട് അവിടെ. മാൻ്റെ പേരെന്നാവേ? നിങ്ങളൊക്കെ ഒന്ന് വരിയില്ലാത്തോണ്ട് കാണാനോ കാണാൻ പറ്റുമോ? പരിചയമില്ലേ? കാര്യമായിട്ടും വഴിയൊന്നുമില്ല. എന്നാൽ അവിടം വരെ ഒന്ന് വന്ന് ഒരു ദിവസം ഒന്ന് കിടക്കും, ഒരു ദിവസം താമസിക്കുകയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഒക്കെ പോരുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണുകയും എല്ലാ വിവരം അറിയുകയും ചെയ്യാം. ഓടി അടിച്ചൊന്ന് വരാൻ മറ്റുള്ളവർക്ക് എനിക്ക് പറ്റത്തില്ല. ഒട്ടും നടക്കത്തില്ല.
മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞാമേ. എലിക്കുട്ടിയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്നാ എലിക്കുട്ടിയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറയാം. മക്കളെയാ? ആ മക്കളുടെ പേര് ചോദിക്കാൻ ആ സാവു, ആ വിവീന, ആ എലിസി. ആ അപ്പോൾ എലിസി എൻ്റെ വീട്ടില ആ മകളാ. ആ ഇങ്ങനെയൊക്കെ പേര്. അത്രയും പേരുള്ളോ? ഒരാളും കൂടെ ഇല്ലേ? ഒരാളും കൂടെ ഉണ്ടല്ലോ. ഇല്ല പറഞ്ഞു ഒരാളും കൂടെ ഉണ്ട് പറയാൻ. വിവാനോ? ഇവാനല്ല, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട് പറയാൻ. എനിക്ക് തിരിയില്ല. കടിഞ്ഞൂൽ പുത്രൻ. മൂത്തയാളുടെ പേരെന്താ? പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല. മൂത്തയാളുടെ പേരെന്നാ? എനിക്കറിയത്തില്ല. മൂത്ത മകന്റെ പേരെന്നാ അമ്മയുടെ? എനിക്ക് ഓർമ്മയല്ലേ? ആ അപ്പം എല്ലാവരും അല്ല വല്ലപ്പൻ്റെ പേര് അർക്കിന്നാ. വർക്കി. പക്ഷേ ഞങ്ങൾ വിളിക്കണ വർക്കി ഇവനല്ലേ? ഏ വർക്കി ഇവനാ, ജോമനാ. ഏതോ ആരാ? വർക്കി. ഹലോ, ആ ഇവരാണോ? ആ വർക്കി ഇവനാ. എപ്പോഴായാലും വീട്ടോട്ട് വരുമോ? അതുമില്ല. ടോമി ചേട്ടായി ജോസഫ്. അമ്മേ ആര്? ഞാനോ? ആ ആ ഉണ്ട് കിടക്കണ്. ഞാനാ എപ്പോഴും അവിടെ ഉള്ളത്. അവിടെ ഇല്ലേ? എപ്പോഴും അവിടെ ഉള്ളത് ഞാനാന്നേ. എവിടെ പോവാ? എലിക്കുട്ടിയോടെ എപ്പോഴും ഉള്ളത് ഞാനാന്നാ പറഞ്ഞേ. ഞാൻ എലിക്കുട്ടിയോട് കൂടി ഉം. എപ്പോഴും ഉള്ളത് ഞാനാ. ആ ഒത്തിരി കൊല്ലം നിന്നത്. അത് നല്ല പ്രായത്തിൽ ആവുന്നവര്. ആ എലിക്കുട്ടിയോടെ എപ്പോഴും ഉണ്ട് ഞാൻ. വലിയ പ്രായം ആവുന്നവരെ ആ അത് പഠിച്ചോണ്ടൊക്കെയാണ് ഇപ്പം. ഒരു ജോലിയുണ്ടോ? ആ ഉണ്ട്. ഉണ്ടോ? ആ മോള് ജോലിക്ക് പോകണോ? ആ പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും പോയിക്കഴിഞ്ഞാൽ വീട്ടിലാരും ഇല്ലല്ലോ. ആരും ഇല്ല. അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ആരാ മോളെ പിള്ളേരുടെ കൂടെ ഉണ്ടായിരുന്നു. നോക്കിപ്പറക്കി എടുക്കണം. അവൾ പറ്റുമോ? കൊച്ചിന് പെണ്ണിന് പറ്റുമോ? പെണ്ണ് കുറച്ചൊക്കെ ചെയ്യും. ഏ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എടുക്കാറായില്ല. ആയിട്ടുണ്ട്. എടുക്കുമോ? ആ ഓർമ്മയൊക്കെ ആയോ? 10-16 വയസ്സായോ? ആ ആ എന്നാൽ പിന്നെ കുറേശ്ശം വലിയ ഭാരം പറ്റിയെന്നുള്ളു. ചെറുതൊക്കെ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പിള്ളേരൊക്കെ ഉണ്ടെന്നേ. പിള്ളേരൊക്കെ പഠിത്തത്തിലിരിക്കുക. പിള്ളേർക്കൊക്കെ പരീക്ഷ ആയിക്കൊണ്ടിരിക്കുക. പരീക്ഷ ഉണ്ട്, പഠിക്കണ്ടേ? പിള്ളേരെല്ലാം പഠിക്കണ്ടേ? പരീക്ഷയല്ലേ? മനുഷ്യൻ പരീക്ഷ 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 എഴുതണം. പരീക്ഷ ആരാ? പിള്ളേർക്കൊക്കെ പരീക്ഷ എഴുതാനുള്ളതാന്നേ. ഇത് എന്നാ മനസ്സിലായി? പഠിക്കാനുണ്ടെന്ന്. പരീക്ഷ എഴുതാനൊന്ന് ആർക്കാ? പിള്ളേർക്ക്. പിന്നെ എനിക്കല്ല. എനിക്കെന്നാ പരീക്ഷ എഴുതാൻ? ഞാനെന്നാ പരീക്ഷ എഴുതാനാ? പിള്ളേർക്ക് 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 പഠിക്കാനുള്ള പരീക്ഷ. ആ ഇപ്പം ഇപ്പം പലർക്കൂടെ അടയ്ക്കാൻ സഹായം വരുമല്ലേ? ഇല്ല, ക്രിസ്മസ് പരീക്ഷ ആകുന്നതേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് പോകാട്ടോ. അമ്മ ഒന്നും നടത്തില്ല. അമ്മയൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് തുണി പറക്കാനാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാ. ആ ഇപ്പൊ അതാണ് ഓർമ്മയിൽ. അല്ല, അപ്പോൾ അവിടെ പത്രം തുണി കിടന്നോണ്ട് വാലും അടച്ചില്ലായിരുന്നേ. ഇവിടെ ഇരുന്നപ്പോ അത് പറയുന്നുണ്ടായിരുന്നു. കന്നാലിനെ നോക്കാൻ ആരുമില്ല, അതിന് തീറ്റ ഉം. കൊടുക്കാൻ അപ്പാ ആരുമില്ല. അല്ലേ പപ്പ? പപ്പ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. പപ്പായ്ക്ക് വല്ലതും എടുക്കാം. പപ്പായിക്കോ? ആർക്കാ? ഭക്ഷണമൊക്കെ കഴിക്കാം. ആര്? ആടെ കാര്യം പറഞ്ഞേ. അത് ഞാൻ വീട്ടോട്ട് പോകട്ടോ. അവരാരും ഇല്ല. ഏത് വീടാമേ? ഏത് വീടാ? ഇതാരുടെ വീടാ? ഇതോ? ആ ഇതെൻ്റെ ഒരു മകന് പണീസ്. ആണോ? പിന്നെ സാവോന് പണീസ്. ആഹാ, എന്നിട്ട് ഇത്ര നേരം താവുനെ അറിയലായിരുന്നു? ഇത്ര നേരം താവുനെ അറിയലായിരുന്നു? നീ അറിഞ്ഞില്ല ഇത്ര നാളായിട്ട്? ഞാൻ അറിഞ്ഞില്ല. എത്ര വർഷമായി? ഇപ്പം എന്നോട് പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ അറിയില്ല, അത് വേറെ ആരുടെ വീടാന്നാ പറഞ്ഞത്. വരുമില്ല, പോക്കുമില്ല, വിവരം തിരക്കുമില്ല. പിന്നെ അറിയും. ആ ഇപ്പം പറയാം താവുൻ്റെ വീടാ. അവനവൻ്റെ വീട്ടും അവനവൻ്റെ കൂടപ്പുറപ്പും ഒക്കെ ആകുമ്പോൾ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യണം. ആ അതൊക്കെ ആവശ്യമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും
പൈസ കൊണ്ടും ശരീരം കൊണ്ടും പണം മനസ്സുകൊണ്ടും ഇതൊക്കെ നമ്മൾക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കൂടെ പട്ടന് കൊച്ചുങ്ങൾക്കൊക്കെ. അതെ അതെ. അല്ലാതെ നമ്മൾ അന്തോ ഇല്ല ബന്ധോ ഇല്ല അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അങ്ങ് മാറിപ്പോയാൽ ശരിയായില്ല, ഒരിക്കലും ശരിയായി. പിന്നെ നന്നാകാനും പോകുന്നു അവർ കണ്ട പിള്ളേരും അല്ല അങ്ങനെ പോകും. അതുകൊണ്ട് വെക്കും സ്നേഹമില്ലാതെ. പിന്നെ വേറെ ഞാൻ പോവാ കുറച്ചേരം പോവാം. വൈകുന്നേരം പോകാം. വൈകുന്നേരം അയ്യോ ഇത് സന്ധ്യ ആയില്ലേ? ഇപ്പൊ ഒന്നും ആയിട്ടില്ല, 3 മണി കഴിഞ്ഞതേ ഉള്ളു. ആ എന്നാലും വേണ്ട പോയേക്ക്. അവിടെ വേറെ ആരുമില്ലല്ലോ. അവിടെ അമ്മയൊക്കെ ഇല്ലേ? ആരുമില്ല. ബിബീനെയൊക്കെ അവിടെ ഉണ്ട്. പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, വന്നതുമില്ല നിന്നതുമില്ല. ആണോ? അതിലേ പോയി നിന്നതല്ല അവിടെ പോയി. വന്നതൊക്കെ എന്ത്? അതൊക്കെ പോയി. അവിടെ ഒന്നും ഇല്ല. അത് ജോലിക്ക് പോയെന്നോ. ജോലിയോ? ദേശീയ പോയിട്ടാണ് പഠിക്കുന്ന ജോലിക്ക് പോയതാണ്. ആര്? അവളും. പേരനാ? അവളുടെ പേരനാ? എൻ്റെ പേര് മറന്നുപോയി. ഓർത്ത് നോക്കി. വിളിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിയും നടക്കും. പിന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാത്തതുകൊണ്ട് അറിയിച്ചില്ല. ഇനി വീട്ടിലോട്ടിലൊക്കെ വീട്ടിലാരുമില്ല, പെണ്ണുങ്ങളാരുമില്ല. ഇപ്പൊ ഇവന്റെ വൈഫ് എന്ത്? ഇവന്റെ ഭാര്യ എന്ത്? ജോമോൾ എന്ത്? ജോമോള് അവളോ വീട്ടിലുണ്ടോ? ഞാനൊന്നും ഓർക്കണില്ല മോളെ. എത്ര വർഷങ്ങളായി. ഇനി നേരത്തെ കിടക്കണം. ഇന്നലെയൊക്കെ ഒരുപാട് സമയം പോയി കിടന്നാവും. ഇവിടെ എല്ലാവരും ഇങ്ങനെ പോയി പള്ളിയിലൊക്കെ പോയിച്ചൊക്കെ വന്നും പറിക്കും സമയം ഒത്തിരി ആയിപ്പോയി. ഞാൻ കിടക്കാനൊന്നും ഇല്ല, ഒന്നും വൈകിയതേ ഉള്ളൂ. ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു പള്ളി പരിപാടി. കാരണവർ വന്നില്ല. ഞാൻ കാരണം അവരെ കുറിച്ച് വന്നില്ല. അത് ഒരുപാട് പാത്രമായാണ് വന്നത്. പുറത്തോട്ട് പോയിട്ട് അത് ചടപ്പായിരുന്നു. അതൊക്കെ ചടപ്പായിരുന്നു. കുറിച്ച് അത് വന്നു കഴിഞ്ഞ് പിന്നെ അതിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാതെ കിടക്കാൻ പറ്റും. അത് കാരണം കുത്തിയിരുന്നു. അമ്മ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അമ്മയുള്ളതുകൊണ്ട് കൊത്തു. അങ്ങനെ കൊണ്ട് യാതൊന്നും പറ്റത്തുള്ളൂ. ഒന്നും പ്രത്യേകിച്ചിരിക്കാൻ വേണം. അമ്മ കിടപ്പാണോ? അമ്മ കിടപ്പാണോ? കിടപ്പാണോ? കിടപ്പൊന്നുമില്ല, നടക്കൊക്കെ ചെയ്യാം. ആണോ? അങ്ങനെ ഒരു കുഴപ്പമില്ല. പ്രായവും തോന്നിക്ക്. ആണോ? ചെറുപ്പക്കാരത്തിയല്ലേ? ഞാൻ പോവുക നാളെ പോയപ്പോ. പോണ കാര്യം നടക്കണ കാര്യം. അതിനാ? ഒരു കാര്യം വിഷമ. അതിന് നടക്കാൻ തന്നെ വിഷമം എങ്ങോട്ടും പോകും. ആണോ? വണ്ടിയെ കൊണ്ടുപോകാം. വണ്ടിയെ വണ്ടിയെ കൊണ്ടുപോകാന്നേ. ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ എവിടെയൊക്കെ രക്ഷിതായിട്ടാണ് കാര്യം നടക്കാൻ. അത് മാത്രമോ? വഴിയൊക്കെ അറിയാൻ തോന്നുന്നു. പോയിട്ട് പിന്നെ ഞാൻ വന്നിട്ടില്ല. ആണോ? കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർമ്മയില്ല. ചായ കുടിച്ചിട്ട് പോവാ. അവിടെ നിൽക്ക്. ആരും ഇല്ലാത്തതുകൊണ്ട് വിശ്രമമായിരുന്നു. പിന്നെ എവിടെയൊക്കെ കൊണ്ട് കൂട്ടിയിട്ടണം. ചോറ് കരിയല. ഇപ്പൊ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ പോവുക. അവിടെ വല്ലതൊക്കെ ഉണ്ടോ ചെയ്യോ ഇതൊന്നും അറിയത്തില്ല. അവിടെ പെണ്ണുങ്ങളാരും ഇല്ലെന്നാ പറഞ്ഞേ. വന്നതൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് വേസ്റ്റ് വെള്ള ആരാ നിൽക്കുന്നേ? അതാരാ നിൽക്കുന്നേ? അവിടെ ഓർത്ത് നിൽക്കണേ. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും.
മിണ്ടായിടാ. അമ്മ എവിടെ പോയാന്ന് ചോദിച്ചാൽ വെറുതെ ആ എലിക്കുട്ടി എവിടെ പോയി? എലിക്കുട്ടി എവിടെ പോയി? എലിക്കുട്ടി എവിടെ പോയാന്ന് ചോദിച്ചാൽ വെള്ളം ഉണ്ടാക്കണേ ഉണ്ടോ? നിന്നെ ഡാൻസ് കളിച്ച് കാണിക്കണ്ട ചിക്ക്. ആഹാ ഇവിടെ അമ്മ എവിടെയില്ല. അമ്മയല്ലേ ഇത്? അമ്മയാന്നേ ഇത്. ഇവിടുത്തെ അമ്മ ഇതാണ് എലിക്കുട്ടിയമ്മ. അമ്മ ഇവിടെ ഉണ്ടാകാൻ ഞാൻ പോകുമ്പോ അയ്യോ ഇല്ലായിരുന്നു. എലിക്കുട്ടിയമ്മ പോയല്ലോ. ഞാൻ അവിടെ കൂടെ കിടന്നിടത്തുനിന്ന് കാണാനില്ലാതായപ്പോ ഞാൻ തപ്പി ഇറങ്ങിയതാ. ആ പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ പിന്നെ അമ്മയുടെ സൗണ്ട് കേട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ഉണ്ടെന്ന്. ഞാൻ പേടിച്ചു പോയി. ആ ജോമോനെയും കണ്ടില്ല. അവിടെ ഒരു ജോമോനുള്ളതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. പോയി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പുറകെ എവിടെ പോയതായിരുന്നു പറ്റിച്ചിട്ട്? പറ്റിച്ച് എവിടെ പോയതാണ്? എലിക്കുട്ടിയമ്മ പോയല്ലേ? പറഞ്ഞിട്ടൊക്കെ വേണ്ടേ പോകാൻ? ഇവിടെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വേണ്ടേ പോകാൻ? അത് പറയാനായിട്ട് ഞാൻ അപ്പുറത്തെ കട്ടിലേ കിടന്ന് ഉറങ്ങുന്നില്ലായിരുന്നോ? ഞാൻ പോകുമ്പോ നീ തോന്നുന്നു. ഞാനുണ്ടായിരുന്നു. ഞാനല്ലേ കൂടെ പോന്നേ. പിന്നെ നമ്മൾ എന്റെ കൂടെയല്ലേ പോയേ? പറ്റിച്ചിട്ട് പോയി. വേറെ പിള്ളേരാകില്ല. പറ്റിച്ചിട്ട് അങ്ങ് പോയേക്കുവാ. അവിടെ ചെന്നപ്പോ അറിയത്തില്ല. പോരാറായപ്പോഴത്തേനാണ് അറിയുന്നത്. ചായ കൊടുത്താ? ഞങ്ങള് ചായ കുടിച്ചില്ല. ഞങ്ങള് ചായ കുടിക്കാൻ പോണതേ. അമ്മ ചായ കുടിച്ചോ? ചായ ഉണ്ടാക്കിയില്ല. അമ്മ ചായ കുടിച്ചോ? ഞാനും കുടിച്ചില്ല. ഞാനും കുടിച്ചതല്ല പോയത്. ചേച്ചിയോട് ഉണ്ടാക്കാന്ന് പറഞ്ഞാ അവര് വേണ്ടെന്ന് പറഞ്ഞു. പാത്രം വഴിയൊക്കെ എന്നിട്ട് ഒരു പാത്രത്തിൽ ചായയില്ല. ചായ കുടിക്കാൻ സമയമായില്ല. ചായ കുടിക്കാൻ സമയമാകുന്നല്ലേ ഉള്ളൂ. ഒരു പാത്രം പോലെ അടുക്കള വെച്ചതുമായിട്ടില്ല. ഇല്ല, അതുകൊണ്ട് ഇറങ്ങി പോയതാ അല്ലേ? അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പണ്ട് അങ്ങനെയൊന്ന് പോവുമായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല. പോയതാ. അതുകൊണ്ടൊന്നുമല്ല. ഇപ്പൊ അവിടെ വരെ പോകുന്നതിന് അത്ര വലിയ അകലമാണ്. എന്തെങ്കിലും ചെറിയ കാര്യം സാധിക്കണമെന്ന് വെച്ചാൽ അത് പറ്റിയായി. പിന്നെ അതൊക്കെ പറ്റും. ഞങ്ങളവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോഴേ നേരത്തെ ഇങ്ങനെ ചേച്ചി അവിടെ ഇറങ്ങി വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാ വീടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ആരാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അതൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് വിളിച്ചപ്പം അമ്മ ഇങ്ങനെ വരാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ചേച്ചി അങ്ങ് വിളിച്ചുകൂടെ അങ്ങ് പോയതാ. അമ്മ അങ്ങ് പോയിട്ടാ. അമ്മ വല്ലയിടത്ത് പുറത്തിറങ്ങി പോയാൽ നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ആ പട്ടിയുടെ ചിന്തയാ. അതെ, ഭയങ്കര നോട്ടക്കാരനാ. ഭയങ്കര നോട്ടക്കാരനാ. തീറ്റ കൊടുക്കാനായിരിക്കും. തീറ്റ കൊടുക്കാനല്ല, അമ്മ പോയില്ലേ? അതിനാ അമ്മ പോയി. എല്ലാരും പോയി പിടിച്ചോളാൻ പറഞ്ഞ അവനെല്ലാരും കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. പട്ടിക്കായാലും അതിന്റെ ഒരു ഓർമ്മ. അമ്മയ്ക്ക് മേലാത്തതൊക്കെ പട്ടിക്ക് അറിയാം. ഇച്ചിരി വെള്ളം തന്നെ ഒന്ന് കുടിക്കാൻ. ചായ കുടിച്ചാ പോരെ? ചായ കുടിച്ചാ പോരെ? ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചായ തിളപ്പിച്ചെടുക്കണ്ടേ? ഇപ്പൊ ആവും. ചായ ചേച്ചിയുടെ ചേച്ചി ഇപ്പോൾ വന്നേളന്നേ. ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാ. നേരത്തെ അവിടെ വന്ന് വർത്താനം പറയണം. ഇത് ആരുടെ വീടാന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുക. സാബു അപ്പുറം ഉണ്ടല്ലോ. അവിടെ നിന്നല്ലേ ഇപ്പം ഇങ്ങനെ വന്നേ. സാബുവിൻ്റെ അടുത്തുനിന്നാ ഇങ്ങോട്ട് വന്നത്. ആര് പറഞ്ഞു? ഇല്ല, ഇവിടെ ഉണ്ട്. ചേച്ചിയല്ലേ ഇവിടെ കൊണ്ട വിട്ടേ? ചേച്ചിയല്ലേ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ട ആക്കിയേ? പിന്നെ 2 പേരും ഉണ്ട്. പിള്ളേരുണ്ട്. പിള്ളേർ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങിയൊന്നുമില്ല. എല്ലാവർക്കും പണിയല്ലേ? പരീക്ഷയായി. പരീക്ഷയായിട്ട് പിള്ളേരെല്ലാം ഇപ്പൊ ടൈറ്റായി. എല്ലാവർക്കും പണി കിട്ടി. പട്ടിക്ക് കൊടുക്കാനുള്ള വേസ്റ്റുകൾ. പട്ടിക്ക് കൊടുക്കാനുള്ള വേസ്റ്റാ. അത് എന്നാ വെച്ചാൽ കണക്ക് പുറത്തുനിന്ന് കുറ്റി വെക്കണം. ചായ കുടിക്കാം. ചായ കുടിക്കാം. ചായക്ക് കടിയൊന്നുമില്ല കേട്ടോ.
ഇന്ന് ചായക്ക് കടിയൊന്നും ഇല്ലെന്ന്. അമ്മ അവിടെ നിന്ന് പഴം തന്നു, ചായക്കുള്ള കടി കഴിച്ചു. ആ ചേച്ചി പഴം എടുത്ത് കൊടുത്തായിരുന്നു. പിള്ളേർക്ക് ആ മുറിവടിയുണ്ട്. എല്ലാവരും മുറിവരി ഇരുന്ന് എല്ലാം പഠിത്തത്തിലാണ്. പിള്ളേർക്കെല്ലാം പരീക്ഷയാണ്. പിള്ളേർക്കെല്ലാം പരീക്ഷ വന്നുകൊണ്ടിരിക്കുക. പഠിക്കുകയാണ്. ആ ചുമ്മാ ഇരിക്കാതെ എല്ലാവർക്കും എത്തട്ടായി എത്തൊന്നും ആയില്ല. ഒന്നും ആയില്ല. ഒന്നും ആയില്ല. കിടക്കണതേ ഉള്ളൂ. സീരിയസ് ആയില്ലല്ലേ? PDC ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആയി. ഏ ഡിഗ്രി ആയി. ആയോ? ആ ആ എന്നാ പിന്നെ അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അധികം പഠിത്തം ഇല്ല. ഇല്ലേ? ഉറപ്പാണോ? ഡിഗ്രി ആ കഴിഞ്ഞാ പിന്നെ ഇല്ല, ജോലിയായി. ആ എന്നാ ഉറപ്പാണല്ലോ. ഉറപ്പാണോ? എന്നാ ഉറപ്പാണോന്ന്? ആ പിന്നെ 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 പരീക്ഷ എഴുതാൻ ചിലപ്പോൾ പോകേണ്ടി വരും ഇടയ്ക്ക്. ഇപ്പം ആരുമില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് ഒറ്റയാണ്. എവിടെ പോയി? പെണ്ണുങ്ങളൊക്കെ എവിടെ പോയി? അന്ന് പെണ്ണുങ്ങളൊക്കെ പോയില്ല. എവിടെ? അവർ ഇപ്പം 2 പേരല്ലാതെ ഉള്ളു. ബീരായി അല്ല സംഭവം. അവർ പെണ്ണുങ്ങൾ 2 പേരെ ഇവിടെയുള്ളൂ. ആരൊക്കെ? ആരൊക്കെ? അവരുടെ പേരാണ് മറന്നുപോയി. ഒന്ന് വിവീന, ഒന്ന് ഒരാൾ, രണ്ടാമത്തെ അവള് പെണ്ണുങ്ങൾ. എനിക്ക് അതൊക്കെ ഇറങ്ങണം. അത് ഓർത്ത് പറഞ്ഞേ. പേരൊന്ന് ഓർത്തേ. ആ പേരൊന്ന് ഓർത്ത് പറഞ്ഞേ. അവർ പോകുന്ന 2 പേരും അതുമായിട്ട് ബാക്കിയാല പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. 4 പെണ്ണുങ്ങളുണ്ട് ഇവിടെ ഇപ്പം. 4 പെണ്ണുങ്ങളുണ്ട് ഇവിടെ. 4 1 5 പെണ്ണുങ്ങൾ. 5 പെണ്ണുങ്ങളുണ്ട് ഇപ്പം ഇവിടെ. ഉള്ള പെണ്ണുങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പെണ്ണുങ്ങളെയാ? ആ അമ്മ പറഞ്ഞ ആരുമില്ലെന്ന് പറഞ്ഞു ഇവിടെ. പെണ്ണുങ്ങൾ പരീക്ഷയൊക്കെ എഴുതാൻ പോയാൽ ആ ജയിക്കും. പിന്നെ ജയിക്കും. പഠിച്ചാൽ ജയിക്കും. പഠിക്കണം അമ്മ പറയണ പോലെ. വിവീന പരീക്ഷ എഴുതി. ഇത്തവണത്തെ ഈ പരീക്ഷ എഴുതാൻ പോണേ ഉള്ളൂ. എഴുതാൻ പോവാ. അമ്മ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ അമ്മ? പ്രാർത്ഥിക്കാനേ അവർക്ക് വേണ്ടി. പ്രാർത്ഥിക്കാൻ? ആ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടും. ജയിക്കണ്ടേ? ജയിക്കാനായിട്ട് 3 പെണ്ണുങ്ങളും 3 പെണ്ണുങ്ങളും പഠിക്കാൻ പോയോ? അവരൊക്കെ അവർക്കൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആണോ? ഇംഗ്ലീഷിലും ആണോ? ഒക്കെ ആണോ? ഒരു കൂസലുമില്ല. ആണോ? നല്ല അറിവാണ്. ആണോ? നന്നായിട്ട് പഠിക്കുന്നവരല്ലേ? പിള്ളേർക്ക് പിന്നെ ചാവിനും രോമാനൊക്കെയാ. രോമാനല്ല, വിവാനൊക്കെയാ ബുദ്ധിമുട്ട്. വിവാന് ബുദ്ധിമുട്ടാണോ? ഈ അക്ഷരം മനസ്സിലാക്കി പഠിക്കാൻ. ആണോ? വിവാന് ബുദ്ധിമുട്ടാണോടാ? എന്നാ പഠിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടും. പഠിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടും. പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി. ആ പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാകണം, അല്ലാതെ ജോലി കിട്ടുമോ? ശമ്പളങ്ങളൊക്കെ കുറഞ്ഞു പോവാ. അതാ ഇപ്പോൾ ഉള്ളവർക്കൊരു വിഷമം. ഇപ്പം പഴയ ശമ്പളമൊന്നും കൊടുക്കുന്നില്ല, കുറച്ച് പോവുക. ആ അതിപ്പോൾ വിദേശത്തൊക്കെ എങ്ങനെയാ ശമ്പളം കുറയ്ക്കുക? അത് വർഷം തോറും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശമ്പളം കുറയ്ക്കുക, എല്ലായിടത്തും കൂട്ടുകയോ ചെയ്യണ്ടേ? ഇല്ല, അവർക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് വയസ്സായിച്ചാലും ഉണ്ടെന്ന് പറയാം. അതൊന്നും അവർ സമ്മതിക്കില്ല. എല്ലാവരും കാശുണ്ടാക്കണമെന്നുള്ളൂ, ശമ്പളം കൊടുക്കണമെന്നില്ല ആർക്കും. വീട്ടിലാരും ഇല്ലാതെയായി. വീരായും വിവാനും പിള്ളേരും ഒക്കെ ഇല്ലാതെയായി. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പെണ്ണുങ്ങളും ഇല്ല. ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും. സാവുവിൻ്റെ 1-2 കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ആരും പുറത്ത് പോയിട്ടില്ല കേട്ടോ. ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചായ എടുക്കട്ടെ എന്ന്. ചായ എടുക്കട്ടെ എന്ന്. ചായ ഇച്ചിരി വളരെ അമ്മയ്ക്ക് ചായ കടിയില്ല. ഇവിടെ റസ്ക്കുണ്ട്. അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കുണ്ട്, വേറെ ഒന്നുമില്ല. അതവിടെ വെച്ചേര്. അവിടെ വെച്ചേര്. അവിടെ വെച്ചാൽ മതി. ഏയ് പത്രമല്ലേ, സാരമില്ല, വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഴയതാ. ചൂടാണേ, ചൂടാ.
പാല് സ്റ്റോറിൽ നിന്ന് മേടിക്കും. മേടിക്കാം. മേടിക്കുക. ആടൊന്നും ആടൊന്നുമില്ല. എന്നാ ചെയ്യണം? അമ്മയ്ക്ക് പാലൊക്കെ വീട്ടിൽ വേണം. അതാ ഇഷ്ടം. അത് വിഷമാ. എന്നാ ചെയ്യണം പിന്നെ? ചൂടാ. ഈ മേടിയിലല്ലാതെ പറ്റുമോ? ചായക്ക് ചായ വേണ്ടേ? വീട്ടിലും ഇപ്പൊ അങ്ങനെയാ. ആണോ? മേടിക്കുക. ഞാറുകുള ഉതിരക്കട്ടയിലാണോ? ഞാറുകുള ഉതിരക്കട്ടയിലല്ലേ മേടിക്കുന്നത്? അമ്മയുടെ വീട്ടിലേ മേടിക്കുവാന്ന് പറഞ്ഞത് ഞാറുകുളത്തേലാണോ മേടിക്കുവാന്ന് പറഞ്ഞേ? ആ വീട്ടിലാ മേടിക്കാൻ. കുതിരക്കട്ടയില് അവിടെ ആൾക്കാര് ചൂടാന്നേ. ചൂടുണ്ട്. അതാ ഞാൻ തരാഞ്ഞത്. അത് ഞങ്ങൾക്ക് അതൊക്കെ കഞ്ഞി കുടിക്കുമ്പോഴല്ല കറി കൊടുക്കുന്നതിനകത്ത് കരിയാപ്പിലേക്ക് ഇല്ലേ? കരിയാപ്പിലേക്ക് ഇവിടെ ഒരു അമ്മയുണ്ട്. അത് തുപ്പിയ തറയിലോട്ട് ഇടും. കേട്ടോ? ഇവിടെ ഒരു അമ്മയെ കറി കൊടുക്കുന്നതിന്റെ അകത്ത് കരിയാപ്പിലേക്ക് ഇല്ലേ? അതൊക്കെ തുപ്പി തറയിലോട്ട് ഇടുന്നതാ. അതുകൊണ്ട് അതങ്ങനെ വീണ് കിടക്കും. അതും ഇതും ഒക്കെ കിടക്കണത്. വിവീന കൊച്ച് ചെവിക്കകത്ത് വെച്ചിരിക്കുക. ഒന്നും കേൾക്കുന്നില്ല. ചെവിക്കകത്ത് രണ്ട് ചെവിക്കകത്ത് അടച്ചു വെച്ചിരിക്കുക. ചെവിയെല്ലാം പൊട്ടിപ്പോ ഒരു പ്രായം കഴിഞ്ഞു കേൾക്കാൻ മേലാതെ ആവും. ചായ കുടിച്ചില്ലേ? ഇല്ലേ, ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ പോണു. ചൂടല്ലേ? ചൂടാറിട്ട് കുടിക്കാന്ന് ഓർത്താ. ചായ കൊടുത്തോ? ആക്കാമേ. അതിന്റെ ചായ ഇരിക്കുന്നത്. അത് കുടിക്കണമെങ്കിൽ കുറെ സമയം എടുക്കും. പറഞ്ഞു കൊടുക്ക്. തണുക്കട്ടെ. ചായ തണുക്കാതെ ഇങ്ങനെ കുടിക്കുന്നത്. വൈകുന്നേരം കുടിക്കാണല്ലോ. വൈകുന്നേരം അല്ല, പാതിരാത്രിക്ക് കുടിക്കും. പാതിരാത്രിക്ക് കഴിക്കണത് പിറകാല കഴിക്കും. അങ്ങനെയാ. സമയം തെറ്റാ. അത് ശീലിച്ചിട്ടാണ്. അങ്ങനെ ശീലിച്ചു പോയത്. വിശപ്പില്ലെന്നേ. ശീലിച്ചാ പിന്നെ എപ്പോഴെങ്കിലും അമ്മ വഴക്ക് പറയും. പിന്നെ അതിനെ കുറിച്ച് ഇന്ന സമയത്ത് വേണം നിർബന്ധമില്ല. അത് നല്ല കാര്യം. രാവിലെ ഒന്ന് കഴിക്കും, പിന്നെ വൈകുന്നേരം കഴിക്കുന്നത്. ഉച്ചക്ക് കഴിയില്ല. പിന്നെ വൈകിട്ടില്ലേ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കും. അല്ല ഉച്ചയ്ക്ക് കഞ്ഞിയൊന്നും കുടിക്കാതെ. ഉച്ചക്ക് കഞ്ഞി കുടിക്കല്ലോ. എത്രയോ വർഷങ്ങളായി. അയാൾ ചോദിക്കും. അങ്ങനെ ആയാൽ പറ്റിയല്ല. ഭക്ഷണമൊക്കെ കഴിക്കാൻ രോഗം വരും. അമിത ഭക്ഷണം ചികിത്സ പിടിക്കുക. സമയത്തോളം കഴിക്കൂട്ടും. ഒത്തിരി ഒന്നും കഴിക്കണ്ടല്ലോ. പേരിനും കുറേശ്ശെ കുറച്ച് വടി വേണോ? കൊണ്ടുവരാ. വടി വേണോ അടിക്കാൻ? വടി എടുത്തോണ്ട് വന്നോ? പത്തലെടുത്തോണ്ട് വന്നോ? നേരത്തെ കഴിക്കാറുള്ള അതൊക്കെ ഒന്ന് വിട്ട് കളയണേ. വടി എടുത്തോണ്ട് വന്നോ ജോമോനിട്ട് അടിക്കാൻ? വടി കൊണ്ടുവന്നോ? വടി വടിയോ? അത് സമയത്ത് തിന്നുന്നില്ലാത്തോണ്ട് തല്ലി കൊടുക്കാൻ. എലിക്കുട്ടിയമ്മ തല്ല് കൊടുക്കാനോ? അതിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്ര വലുതിനെയൊക്കെ തല്ലാൻ പറ്റുമല്ലേ? പ്രായപൂർത്തിയായ മക്കളെ തല്ലാൻ പറ്റുമല്ലേ? പിന്നെ തല്ലാൻ പോണേ. പ്രായപൂർത്തിയല്ലേ, മുതുക്കനായി. അതൊക്കെ അവർക്കറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ അറിയാൻ മേലാത്തതും അവരുടെ മനസ്സിൽ കിട്ടാത്തതും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ജോമോനെ കൊണ്ട് നമുക്ക് ഒന്നും പറയിപ്പിച്ചിരിക്കാൻ പറ്റിയല്ല അല്ലേ? അത് അവർക്കറിയാൻ ഒന്നും പറയിപ്പിച്ചിരിക്കാൻ പറ്റിയല്ലോ. അതിന് തോന്നിയാ മാത്രല്ലേ ചെയ്യുള്ളൂ. ആരാ? ജോമോൻ. ഞാൻ പറയുന്നത് ശരിയല്ലേ? കുഴപ്പം കൂടാതെ ചെയ്യുന്നില്ല. കുഴപ്പമൊന്നുമില്ല. തടസ്സമുണ്ടോന്നോ? അമ്മ പറ തടസ്സമുണ്ടോ ഇല്ലെന്ന്. അമ്മയുടെ സർട്ടിഫിക്കറ്റാ കിട്ടേണ്ടത്. അമ്മയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. തടസ്സം ഉണ്ടോന്ന് അമ്മ പറ. എങ്ങനെയുണ്ടെന്ന് പറ അമ്മ. അമ്മയ്ക്കല്ലേ അറിയാം അമ്മയുടെ മോനെ പറ്റി. എനിക്കറിയാം. അവരുടെ പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. മനസ്സിലാകാ ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ പ്രായം കഴിയുമ്പോ മാറ്റങ്ങൾ വരും. ശരിയാ, ചില മാറ്റങ്ങൾ. പക്ഷെ ഇവർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും അധികം സംസാരിക്കൊന്നുമില്ല. പക്ഷെ അവര് മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ വളവളാന്ന് പറയുകയും ചെയ്യേണ്ട രീതിയിലെല്ലാം ചെയ്തും കൊടുക്കും. എന്നിട്ട് അവസാനം എനിക്കിട്ട് കുറ്റവും വരും. എന്തേ എലിക്കുട്ടി അല്ലേ? മിണ്ടാതിരുന്നിട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എലിക്കുട്ടി. പറമ്പ് എല്ലാം ശരിയാക്കി. പറമ്പോ നമ്മുടെ ശരിയാക്കി. അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടി. അതിനകത്ത് വേറെ ഇല്ല. ഭയങ്കര ഹാപ്പിയാണല്ലോ. അങ്ങനെ കിടന്നിട്ട് എന്നാ കിട്ടാൻ? നിങ്ങൾ പറഞ്ഞ അമ്മ വിഷയം മാറ്റി.
നീ ഇങ്ങനെ പോലെയൊന്നുമല്ല. ഭയങ്കരമായിട്ട് പറയാം. ജോമൻ അറിയത്തില്ല വിഷയം മാറ്റാൻ. അമ്മയ്ക്കറിയാം വിഷയം മാറ്റാൻ. പറയാതെ പോന്നെ വീട്ടിൽ പറയാതെ എന്തിനാ പോന്നെ? വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ലേ പോരെ? ഭയങ്കരമായിട്ട് വീട്ടിലൊക്കെ പറയണ്ട, അവരെല്ലാം അന്വേഷിച്ച് നടക്കും. ഇനിയിപ്പൊ എലിക്കുട്ടിയമ്മേ അവിടെയുള്ളവരൊക്കെ അന്വേഷിച്ച് നടക്കും. വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടേ പോരെ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.